വെൽക്കം ബാക്ക് ടു സോഷ്യോ ബാച്ച് നമ്പർ 1. നമ്മൾ 10ാം ക്ലാസ്സിലെ തന്നെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ തന്നെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ നോക്കിയായിരുന്നു. ഇത് തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്ന് കാണുക. കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക, പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. സിമ്പിൾ ചാപ്റ്ററാണ്, പക്ഷേ കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അതും കൂടെ ഒന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സുകളും മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ടെമ്പറേച്ചർ ഇൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ടെമ്പറേച്ചർ എത്രത്തോളം എക്സ്പീരിയൻസ് ഒരു പ്രദേശത്ത് ഉണ്ടാകുന്നു, ദാറ്റ് മീൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്, ലാറ്റിറ്റ്യൂഡിൽ നിന്ന് മറ്റ് സോണുകളിലേക്ക് ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻസ് എങ്ങനെയാണ്, കുറവാണോ കൂടുതലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ നമ്മുടെ ഭൂമിയിൽ മുഴുവൻ എത്രത്തോളം വ്യാപിക്കുന്നത്, സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കിയായിരുന്നു. അത് നിങ്ങൾ പാർട്ട് 2 നോക്കുക. ഇനി ഓരോ ടെമ്പറേച്ചർ സോണുകളെ കുറിച്ച് നോക്കി. ടോറൻറ്റ് സോൺ ഉണ്ട് ആൻഡ് ടെമ്പറേച്ചർ സോൺ ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ ഫ്രിഡ്ജിഡ് സോൺ. അപ്പോൾ സോണുകളായിട്ട് നമ്മൾ ടെമ്പറേച്ചർ പ്ലേസുകളെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്ഥലങ്ങളെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കിയായിരുന്നു. ദെൻ ഈസ് എ ആൾട്ടിറ്റ്യൂഡ്. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോർമൽ ലാപ്സ് റേറ്റ് എത്രത്തോളമാണ്, ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിൽ എത്ര ഡിഗ്രി സെൽഷ്യസിൽ പെർ കിലോമീറ്റേഴ്സുകളിൽ മാറ്റമുണ്ടാകുന്നു എന്നും നോക്കിയായിരുന്നു. അപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് കൂടുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ മോഡറേറ്റോ അല്ലെങ്കിൽ ഭയങ്കര കഠിനമായിട്ടുള്ള ചൂടുണ്ടാകുന്നതിനുള്ളൊരു റീസൺ നമുക്ക് ഈ ആൾട്ടിറ്റ്യൂഡിലെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം ദ സീ, കടലുകൾ തമ്മിലുള്ള വ്യത്യാസം, കരയും കടലും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ കടലിലും കരയിലും ഉണ്ടാകുന്ന ഡിഫറൻറ്റ് ഓഫ് ടെമ്പറേച്ചർ എത്രത്തോളം മോഡറേറ്റ് ആണോ അല്ലെങ്കിൽ ഭയങ്കര നല്ല രീതിയിലുള്ള ടെമ്പറേച്ചർ ആണോ അല്ലെങ്കിൽ മിനിമം ടെമ്പറേച്ചർ ആണോ ഹൈ ലെവൽ ടെമ്പറേച്ചർ ആണോ എന്നൊക്കെ നമ്മൾ നോക്കി. ലാൻഡ് ഏരിയയിലാണോ ആ ചൂട് കൂടുതൽ, ഡേ ടൈമിൽ അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ സീയിലാണോ ചൂട് കൂടുതൽ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഫ്രം ദ സീയും എന്ത് ചെയ്യുക, പാർട്ട് 2 നന്നായിട്ടൊന്ന് നോക്കുക. എവിടെയാണ് വെരി ഹൈ ടെമ്പറേച്ചർ, എവിടെയാണ് ലോ ടെമ്പറേച്ചർ, നൈറ്റ് ടൈമിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ ലാൻഡ് ഏരിയയിൽ ഉണ്ടാകുന്നത്, ഡേ ടൈമിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ ലാൻഡ് ഏരിയാസിലും സീ ലെവലിലും ഉണ്ടാകുന്നത്. അപ്പോൾ കാറ്റിൻ്റെ ഒരു സഞ്ചാരഗതി അനുസരിച്ച് മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കാം ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നോക്കിയായിരുന്നു. അടുത്ത ഓഷൻസ് കറൻറ്റ്, വാം കറൻറ്റും കോൾഡ് കറൻറ്റും. ഇപ്പോൾ നമ്മുടെ ഈ കടലുകൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കണക്ഷനുണ്ട്. ആ കണക്ഷൻസിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈക്വൽ ടെമ്പറേച്ചറോ ഈക്വൽ ആയിട്ടുള്ള പ്രഷറോ ഈക്വൽ അറ്റ്മോസ്ഫിയറോ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൾഡ് റീജിയനിൽ നിന്ന് വാം റീജൻസിലേക്ക് കറണ്ടുകൾ വരുന്നു, അല്ലെങ്കിൽ തിരമാലകൾ വരുന്നു, തിരിച്ചും അങ്ങോട്ട് സംഭവിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് ഉണ്ടാകുന്ന ഒരു വെതർ വേരിയേഷൻസുകളെ കുറിച്ച് പറയുന്നതാണ് ഓഷൻ കറണ്ടുകൾ എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ റിലീഫ് പഠിച്ചു. ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഏറ്റവും ഉയർന്ന ഭാഗം, ആൾട്ടിറ്റ്യൂഡ് കൂടിയ ഭാഗത്തിലേക്ക്, അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് സൂര്യൻ നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് സൂര്യപ്രകാശം അടിക്കും, തൊട്ടടുത്ത ഷാഡോ റീജൻസുകളായിട്ട് മാറും. അപ്പോൾ രണ്ടിടത്തും രണ്ട് വെതർ കണ്ടീഷൻസ് ആയിരിക്കാം ഉണ്ടാകുന്നത്. ഇതും നമ്മുടെ കാലാവസ്ഥയിൽ എന്തുണ്ടാകുന്ന, അല്ലെങ്കിൽ ഭൂപ്രകൃതിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവാം. ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഫോറസ്റ്റ് റീജിയൻസും അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻസും കണ്ടൻസേഷനും ക്ലൗഡ്സിൻ്റെ പ്രോമിനൻസിയും കൂടുതലായിരിക്കും. തൊട്ടടുത്ത് വെറും ഷാഡോ മാത്രമേ കാണുള്ളൂ. ഡ്രൈഡ് റീജിയണും ആയിരിക്കാം. അതിനനുസരിച്ച് അവിടെ മാറ്റമുണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ടത്. ഇനി നമ്മൾ പഠിച്ച പ്രഷറായിരുന്നു. പ്രഷർ വേരിയേഷൻസ് ഓഫ് പ്രഷർ ഇൻ അറ്റ്മോസ്ഫിയർ. ടെമ്പറേച്ചറിനെ പോലെ ഇമ്പോർട്ടൻ്റ് ഒരു വെതർ കണ്ടീഷനെ തന്നെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടറാണ് പ്രഷർ. പ്രഷർ എന്ന് പറയുന്ന രണ്ട് തരത്തിലാണ് നമ്മൾ പഠിച്ചത്, ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ. വിൻഡ് ഈസ് ഓൾവേസ് ടു ബ്ലോ ഇൻ ദ ഹൈ പ്രഷർ റീജിയൻസ് ടു ലോ പ്രഷർ. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് അടിക്കുന്ന കാറ്റുകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. അത് പ്രഷറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് അങ്ങോട്ട് പഠിക്കും. ഓക്കെ, ഞാനതിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്നറിയപ്പെടുന്ന MB ആണ്, അല്ലെങ്കിൽ HPA, മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. ഒരു ചതുരശ്ര മീറ്റർ 13.2 MB ഓർ HPA യൂണിറ്റ് പ്രഷർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത് അളക്കുന്ന ഉപകരണം എന്നറിയപ്പെടുന്നതാണ് മെർക്കുറി ബാരോമീറ്റർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. എയർ പ്രഷർ, മെർക്കുറി ലെവലിനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് മെർക്കുറി ബാരോമീറ്റർ. അടുത്ത് തന്നെ ടെമ്പറേച്ചർ ഒരു സ്ഥലത്ത് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു, ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു. ഓൾട്ടിറ്റ്യൂഡ് മീൻസ് ഉയരം എന്നാണ് കേട്ടോ. ഉയരം കൂടുന്ന എല്ലാം പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഹ്യൂമിഡിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, പ്രഷർ വളരെയധികം കുറയുന്നു. ഓക്കെ, ഹ്യൂമിഡിറ്റി മീൻസ് എന്ന് പറയുന്നത് ആർദ്രത, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടെയ്ൻ, അതായത് ജലാംശത്തിൻ്റെ അളവ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം അവിടെ പ്രഷർ കുറയുന്നതായിട്ട് എന്ത് ചെയ്യുന്നു നമുക്ക് മനസ്സിലാകുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഇൻഫ്ലുവൻസിങ് അറ്റ്മോസ്ഫിയർ പ്രഷർ. എത്രത്തോളമാണ് നമ്മുടെ പ്രഷർ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതായിരുന്നു. കണ്ടോ, അറ്റ്മോസ്ഫിയർ എയർ എക്സ്പാൻഡ് ഗെറ്റിംഗ് ഹീറ്റഡ്. ഭൂമിയിലുള്ള
അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നു, നമ്മുടെ എയർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ വാമോ കോൾഡ് ആയിട്ടുള്ള എയർസ്, കോൾഡ് എയർ അല്ല, വാം എയർസ് എന്ത് ചെയ്യുന്നു, എയർ എക്സ്പാൻഡ് ചെയ്ത് അത് മുകളിലേക്ക് റൈസ് അപ്പ് ചെയ്യുന്നു. ഇങ്ങനെ അവിടെ എന്തുണ്ടാകുന്നു, ലോ പ്രഷർ റീജിയൻസുകൾ ഫോം ചെയ്യുന്നു. ഗ്രാജുവലി ഇത് മുകളിലോട്ട് എത്തുന്ന സമയത്ത് ഞാനിന്നിവിടെ ഒന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. ഇതാണ് നമ്മുടെ സൂര്യനിൽ നിന്ന് എന്ത് വരുന്നു, താപം താഴേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ ലോവർ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം വന്ന് പതിക്കുകയും ഈ പാർട്ട് മുഴുവനായിട്ട് ചൂടാകുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ എത്രത്തോളം ഉയർന്നു നിൽക്കുന്നുവോ, ടെമ്പറേച്ചർ ഉയർന്നു നിൽക്കുന്നുവോ അവിടെ എപ്പോഴും ലോ പ്രഷർ ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, ലോ പ്രഷർ ആയിരിക്കാം ഉണ്ടാകുന്നത്. ഇനി ഈ ടെമ്പറേച്ചർ എത്രത്തോളം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോകുന്നതിനനുസരിച്ച് ഇവിടെ എന്താണുള്ളത്, ലോവർ പാർട്ട് കഴിഞ്ഞു, അത് സെക്കൻഡ് പാർട്ടിലോട്ടായി, അല്ലെങ്കിൽ ഒരു മിഡിൽ പാർട്ടിലോട്ടായി. അപ്പോൾ ഈ ഭാഗത്ത് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ എയർ തണുക്കുന്നു, അത് കോൾഡായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അത് തണുത്ത് ഒരു പ്രത്യേക അവസ്ഥയിലോട്ട് മാറുന്നു. ആ അവസ്ഥയിലോട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പിന്നെ എയറിൻ്റെ സാന്നിധ്യം വളരെ കുറവേ കാണുകയുള്ളൂ. അങ്ങനെ അവിടെ അത് കാരണം എയർ എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ചേരുകയാണ് അല്ലേ. നമ്മുടെ ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകളും ഗ്യാസസുകളും അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ കണ്ടെയ്നൻസുകളും അല്ലെങ്കിൽ ജലത്തുള്ളികളെല്ലാം ഒരുമിച്ച് ചേർന്ന് അതൊരു പ്രത്യേക രൂപമായിട്ട് മാറുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ രൂപമായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഉണ്ടാകുന്ന എന്താണ്, ഹൈ പ്രഷർ. ശരിയല്ലേ, അവിടെ എന്തുണ്ടാകുന്നു, ഹൈ പ്രഷേഴ്സ് അല്ലേ. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നു, ഈ ഭാഗത്തിൽ ലോ പ്രഷർ, ഇതെന്ത് ചെയ്യുന്നു, കൺവെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സംവഹനം. ഇത് മുകളിലേക്ക് സംവഹനം ചെയ്യുന്നു, കൺവെൻഷൻ ചെയ്യുന്നു. മുകളിലെത്തുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നു, ഇത് തണുക്കുന്നു. അങ്ങനെ അത് കോൾഡ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എയർ ആയിട്ട് മാറുന്നു. അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു, ക്ലൗഡ്സുകൾ ഉണ്ടാകുന്നു, മറ്റു തരത്തിലുള്ള സൈക്ലോണിക് എഫക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അറ്റ്മോസ്ഫിയർ എഫക്റ്റുകൾ ഉണ്ടാകുന്നു. അങ്ങനെ അവിടെ ഹൈ പ്രഷർ ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ലോ പ്രഷർ, ഹൈ പ്രഷർ റീജിയൻസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു റീസണായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. അടുത്ത് ദ കോൾഡ് കോൺട്രാക്ട് ഫ്രം ദ ഹൈ പ്രഷർ റീജിയൻസ്. അപ്പോൾ ഇതാണ് ദ റൈസിങ് എയർ ഗ്രാജുവലി കൂൾ, കോൺട്രാക്ട് ആൻഡ് സബ്സീഡഡ് ഫ്രം ദ ഹൈ പ്രഷർ റീജിയൻ. യെസ്. ഇത് മുകളിലേക്ക് ഉയരുകയും മുകളിലേക്ക് ഇത് ഉയർന്നു പൊങ്ങുകയും ഇതെന്തായിട്ട് മാറുകയും ചെയ്യുന്നു, കണ്ടോ, കൂൾസ് ആൻഡ് കോൺട്രാക്ട് സബ്സൈഡ് ഫ്രം ദ ഹൈ പ്രഷർ റീജിയൻസ്. ഓക്കെ, ഇതൊരു ഹൈ പ്രഷർ റീജിയൻസിലേക്ക് കൺവെർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എത്രത്തോളം ഇത് തണുക്കുന്നുവോ അത്രത്തോളം അതെന്ത് ചെയ്യുന്നു, ഒരു ഹൈ പ്രഷർ റീജിയൻസിലേക്ക് ഇത് എന്ത് ചെയ്യുന്നു, മാറുകയും ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഉദാഹരണം പറയുന്നത് ഓരോ 10 മീറ്റേഴ്സുകൾ പോകുന്നതിനനുസരിച്ച് 1 MB വെച്ച് പ്രഷർ കുറഞ്ഞേ വരും. അതായത് മുകളിലോട്ട് നമ്മൾ എത്രത്തോളം മുകളിലോട്ട് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് 1 MB വെച്ച് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരും. 1 MB വെച്ച് പ്രഷർ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, മനസ്സിലാവുന്നു. 1 MB വെച്ച് പ്രഷർ കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാവുന്നു. ഓക്കെയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് പോകുന്നോ ഓരോ 10 മീറ്റേഴ്സുകൾ പോകുന്നതിനനുസരിച്ച് 1 MB വെച്ച് 1 MB വെച്ച് പ്രഷർ കുറഞ്ഞു വരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. യെസ്. അടുത്ത് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഐസോബാറുകളെ കുറിച്ചാണ്. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് തന്നെയാണ്. ഇത് പറഞ്ഞാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഐസോബാർസുകൾ എന്നറിയപ്പെടുന്നത് ഇറ്റ്സ് ഇമാജിനറി ലൈൻസ് കണക്റ്റഡ് വിത്ത് ഈക്വൽ പ്രഷർ സോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻസുകളെയാണ് നമ്മൾ ഐസോബാറുകൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അത് നമ്മളിവിടെ പഠിച്ചത് തന്നെയാണ്. ഐസോബാർ എങ്കിലും വെറുതെ ഒന്ന് ഞാൻ പറഞ്ഞിട്ട് പോകാം. Atmospheric pressure is essential for the meteorological purpose, and smooth curved lines are drawn on maps. Connected places having the equal atmosphere pressure. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഈ വരയ്ക്കുന്നത് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മൾ ഐസോതേംസ് പഠിച്ചു, കണക്റ്റഡ് വിത്ത് ദ ഈക്വൽ ടെമ്പറേച്ചർ സോൺ. എന്നാൽ ഐസോബാറുകൾ എന്നറിയപ്പെടുന്നത് കണക്റ്റഡ് വിത്ത് ദ ഈക്വൽ പ്രഷർ സോൺ. മർദ്ദമേഖലകളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ ഐസോബാറുകളെന്നും ടെമ്പറേച്ചർ സോണുകൾ, താപീയ മേഖലകളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ നമ്മൾ ഐസോതേംസ് എന്നും പഠിച്ചു. കണക്റ്റഡ് വിത്ത് ഈക്വൽ പ്രഷർ ആൻഡ് ദ ടെമ്പറേച്ചർ സോൺ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കി വയ്ക്കുക. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇവിടെ ലാൻഡ് ഏരിയാസുകൾ എന്നറിയപ്പെടുന്നത് കണ്ടോ നിങ്ങൾ. ലാൻഡ് ഏരിയാസുകളിലെ പ്രഷർ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പ്രഷർ സോണുകൾ പോകുന്നത്. ബട്ട് ഹിയർ ഈസ് ദാറ്റ്, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ പ്രദേശങ്ങൾ മുഴുവനായിട്ടും ഏകദേശം ഈക്വലായിട്ടാണ് പ്രഷർ ഉള്ളത് കൊണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് സീ ലെവൽ. ആ കടൽ പ്രദേശങ്ങൾ ലാൻഡിനെ പോലുള്ള ടെമ്പറേച്ചർ പെട്ടെന്ന് ചൂടാകുകയും പെട്ടെന്ന് തണുക്കുന്ന ഒരു പ്രതിഭാസം പെട്ടെന്ന് നടക്കില്ല. അവിടെ രാത്രിയായി കഴിഞ്ഞാൽ ഭയങ്കര ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ രാവിലെ സമയങ്ങളിലായാലും രാത്രിയായാലും ഏകദേശം ഒന്നുകിൽ ഹൈ പ്രഷർ അല്ലെങ്കിൽ ലോ പ്രഷർ. ഇസ്ന്റ് ഇറ്റ്?
അപ്പോൾ അതെന്ത് ചെയ്യുക, അത് നിങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ റൈറ്റിംഗ് ഒക്കെ പണ്ട് സ്ഥിരം ചോദിച്ചിരുന്നതായിരുന്നു. ഇപ്പം പക്ഷേ ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്താണ് അവർ ചോദിക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും എന്തല്ല, ഇതാണ് നമ്മളിപ്പോൾ ഒരു ഭൂമിയാണെങ്കിൽ ഭൂമി, ഓക്കെ, ഈ ഭൂമിയിൽ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഏതാണ് ഈ സോണായാലും ഇക്വേറ്റർ സോണായാലും അതുപോലെ തന്നെ ഇവിടെ പോൾ സോൺ ആയാലും എല്ലാ സോണുകളിലും എന്തല്ല, ടെമ്പറേച്ചർ ഈക്വൽ അല്ല. ടെമ്പറേച്ചർ എന്തല്ല, ഈക്വൽ അല്ല. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഇക്വേറ്റർ റീജിയൻസ് നമ്മൾ നോക്കി, അതുപോലെ തന്നെ അടുത്ത തൊട്ട് മുകളിലുള്ളതായാലും പോൾസ് റീജിയൻസ് ആയാലും പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ അല്ലേ, വരുന്നില്ലേ, ഓക്കെ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. പ്രഷർ എന്ന് പറയുന്നത് ഈ സോണുകളിൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. പ്രഷർ എപ്പോഴും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. പ്രഷർ ഡിഫറെൻ്റ് ആവുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഹീറ്റാണ്. ശരിയല്ലേ പറയുന്നത്? പിന്നെ അതേപോലെ തന്നെയാണ് വിൻഡ്, കാറ്റുകളും എന്നറിയപ്പെടുന്നത്. ഈ പ്രഷർ എന്ന് പറയുന്ന സംഭവം ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഹീറ്റും, രണ്ടാമത്തെ വിൻഡ് എന്ന് ഞാൻ പറഞ്ഞു. ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ നിങ്ങളൊന്ന് നേരത്തെ ഞാൻ പഠിപ്പിച്ചത് ഓർത്ത് നോക്കി. ഹീറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഈക്വൽ ആണോ? ഒരിക്കലുമല്ല. ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ വരുന്നത് ഇക്വേറ്റർ റീജിയൻസിലാണ്. കമ്പാരിറ്റീവ്ലി ദാറ്റ് പ്ലേസസ് ആർ ഓൾവേസ് ടു ദ ലോ പ്രഷർ, വളരെയധികം ലോ പ്രഷർ ആയിരിക്കും. തൊട്ട് അങ്ങോട്ട് പോകുന്തോറും ഈ പ്രഷറിൽ എന്തുണ്ടാകുന്നു, വിൻഡിൻ്റെയും ഹീറ്റിൻ്റെയും എന്താണ് കിട്ടുന്നതിനനുസരിച്ച് അവിടെ എത്രത്തോളമാണ് എന്താണ് ഒരു ടെമ്പറേച്ചർ സോൺ ഉണ്ടാകുന്നതിനനുസരിച്ച് അവിടെ പ്രഷറിനും എന്തുണ്ടാകുന്നു, വേരിയേഷൻസ് ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എന്തല്ല, ഈക്വൽ ആയിട്ടുള്ള പ്രഷറോ ഈക്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചറോ അല്ല. നോക്കിയേ, ദ pressure should therefore increase in from of the equator towards the poles, but is not the cases. ഏറ്റവും കൂടുതൽ നമുക്ക് ടെമ്പറേച്ചർ കൂടുതൽ കിട്ടുന്നത് ഏത് പ്ലേസിലാണ്, ഇക്വേറ്റർ റീജിയൻസിലാണ്. പക്ഷെ പോൾസിൽ എന്ത് ലഭിക്കുന്നില്ല, ടെമ്പറേച്ചർ സോണുകൾ ഒരിക്കലും അത്രയും രീതിയിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഉണ്ടാകുന്നു, പ്രഷറിന് ഡിഫറൻസ് കണ്ടീഷൻസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രഷറിന് എന്തുണ്ടാകുന്നു, മാറ്റം ഉണ്ടാകുന്നു. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ പ്രഷർ എന്നറിയപ്പെടുന്നത് കണ്ടോ, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഭൂമി വരച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ എന്താണ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഭൂമി എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ശരിയല്ലേ പറയുന്നത്? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചറുകൾ ഇവിടെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും റൊട്ടേറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നും കോൾഡും ഇവിടെ നിന്ന് ടെമ്പറേച്ചറും വരുന്ന സമയത്ത് പ്രഷറിൽ എന്തുണ്ടാകാം, പല സോണുകളിലും മാറ്റമുണ്ടാകാം. ബിക്കോസ് ഓഫ് ഇറ്റ്സ് കണ്ടിന്യൂസ്ലി 1600 ആൻഡ് സംതിങ് എന്ത് ചെയ്യുകയാണ്, റൊട്ടേറ്റ് ഭയങ്കര സ്പീഡിൽ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലോ അല്ലെങ്കിൽ കുറവുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇപ്പോൾ ഹൈ പ്രഷറോ ലോ പ്രഷറോ തന്നെ ഉണ്ടാകണമെന്നുമില്ല. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഈ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവാം. ചിലപ്പോൾ ലോ പ്രഷറുള്ള സ്ഥലത്ത് എന്തായി മാറാം, ഹൈ പ്രഷർ ഉണ്ടാവാം. ഹൈ പ്രഷറുള്ള സ്ഥലത്ത് എന്തായി മാറാം, ലോ പ്രഷർ മാറാം. അപ്പോൾ അതിന് കാരണമെന്ന് അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്, ഈ റൊട്ടേഷൻസ് ഒരു കാരണമായിട്ട് മാറാം. ഓക്കെ, ഞാൻ അങ്ങനെ മാറാതെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് അത് എന്താണെന്ന് മനസ്സിലാകും. ഇങ്ങനെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻസുകളെ അറിയപ്പെടുന്നതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. എന്ത് പേരിൽ അറിയപ്പെടുന്നു, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. ഓക്കെ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. വ്യത്യസ്തമായിട്ടുള്ള മർദ്ദ മേഖലകളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കാം. ഓക്കെ ആണല്ലോ? പ്രധാനമായിട്ടും നമ്മുടെ ഭൂമിയിൽ 5 പ്രഷർ ബെൽറ്റ് സോണുകളാണുള്ളത്. ഓക്കെ, അങ്ങനെ നമുക്ക് 5 4 പറയാം. 5 ഞാൻ കണക്കാക്കിയിട്ട് താഴെയും കൂടെയാണ്, എല്ലാം കൂടെ ചേർത്ത് എന്താണ് ഒരു സൈഡിൽ അല്ലെങ്കിൽ നോർത്ത് പോളിലും സൗത്ത് പോളിലും കൂടെ ചേർത്ത് 8 ഉള്ളത്. അപ്പം നമുക്കതൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കാം. ശരി, ഇതാണ് നമ്മുടെ ഭൂമി എന്നറിയപ്പെടുന്നത്. കണ്ടല്ലോ നിങ്ങൾ, ഭൂമി ഞാൻ ആദ്യം വരച്ചതുപോലെ തന്നെയാണ്. ഭൂമിയിലെ ഏറ്റവും സെൻട്രൽ പാർട്ട് എന്നറിയപ്പെടുന്നതാണ് ഇക്വേറ്റർ. ഇക്വേറ്ററിൻ്റെ തൊട്ട് മുകളിൽ വരുന്നത് ഒരുപാട് ചൂട് എന്തായാലും ഇവിടെ കാണില്ല. ഇവിടെ കാണുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത്, സബ് ട്രോപ്പിക്കൽ റീജിയൻ. ഓക്കെ, അടുത്ത് വരുന്നതെന്നറിയപ്പെടുന്നത് സബ് പോളാർ റീജിയൻ അല്ലേ, ട്രോപ്പിക്കൽ റീജിയൻ. നെക്സ്റ്റ് വരുന്ന ഏതാണ്, സപ്പോളാർ റീജിയൻസ്. അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നതെന്നറിയപ്പെടുന്ന പോൾസ് റീജിയൻ. അതേ കണക്ക് തന്നെയാണ് തൊട്ട് താഴെയും ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ എന്ത് റീജിയനാണ്, എസ്, ഇവിടെ എന്നറിയപ്പെടുന്നത് സബ് ട്രോപ്പിക്കൽ റീജിയൻ. അടുത്ത് സബ് പോളാർ റീജിയൻ. അടുത്ത് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഇവിടെ സതേൺ പോൾ റീജിയൻസ്. ഇത് ആർട്ടിക് ആണ്, ഇതേതാണ്, അന്റാർട്ടിക്കയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് എന്നറിയപ്പെടുന്നത് ഇക്വേറ്റർ റീജിയൻസ്. ഇതൊന്ന് മാറ്റട്ടെ. ഓക്കെ, ഇതാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്, ഇക്വേറ്റർ. ഇതിനെയാണ് നമ്മൾ ഇക്വേറ്റർ റീജിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയല്ലേ? ഇത് സബ് ട്രോപ്പിക്കൽ റീജിയൻ ആണ്.
സബ് ട്രോപ്പിക്കൽ റീജിയൻ. സബ് ട്രോപ്പിക്കൽ റീജിയൻ ഇതെന്നറിയപ്പെടുന്നതാണ് സബ് പോളാർ റീജിയൻ. സബ് പോളാർ റീജിയൻ ഇതെന്നറിയപ്പെടുന്നതാണ് പോളാർ. ഇതെന്നറിയപ്പെടുന്നത് പോളാർ. ഇനി ഇവിടെ നിങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചേ, ഇക്വേറ്റർ റീജിയൻസ് എന്നറിയപ്പെടുന്നത് വർഷം മുഴുവൻ ഏറ്റവും കൂടുതൽ എപ്പോഴും 0 ഡിഗ്രി ആയിരിക്കും അല്ലേ? 0 ഡിഗ്രിയിലല്ലേ വരുന്നത്, കാരണം ഇതിന് തൊട്ട് മുകളിൽ 30 ഡിഗ്രി സതേൺ ഹെമിസ്ഫിയർ. ഇത് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് ഏതാണ് സതേൺ ഹെമിസ്ഫിയർ. ഇത് സതേൺ ഹെമിസ്ഫിയർ, ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സെൻട്രൽ പാർട്ട് എന്നറിയപ്പെടുന്ന ഇക്വേറ്ററാണ് 0 ഡിഗ്രി ഇക്വേറ്റർ. ഇക്വേറ്റർ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഇക്വേറ്റർ അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കുക. നമ്മൾ പഠിച്ചത് ഇക്വേറ്റോറിയൽ റീജിയൻ, സബ് ട്രോപ്പിക്കൽ റീജിയൻ, സബ് പോളാർ റീജിയൻസ്, പോളാർ റീജിയൻസ്. ഇവിടെ അതേപോലെ തന്നെയാണ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ്, അതുപോലെ തന്നെയാണ് സബ് പോളാർ റീജിയൻസ്, അതുപോലെ തന്നെ എന്താണ് പോളാർ റീജിയൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇക്വേറ്റർ റീജിയൻസിൽ എപ്പോഴും എന്താണ് ചൂടായതുകൊണ്ട് തന്നെ, എപ്പോഴും കണ്ടിന്യൂസ് ചൂടായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എപ്പോഴും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ എത്രത്തോളം കൂടുന്നോ പ്രഷർ അവിടെ കുറയുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഇക്വേറ്റർ റീജിയൻസിനകത്ത് ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും എന്തായിരിക്കും? ലോ പ്രഷർ. ഓക്കെ ആണല്ലോ, ലോ പ്രഷർ. അപ്പോൾ ടെമ്പറേച്ചർ വിൽ ബി ഹൈ, ദാറ്റ് പ്ലേസ് ഇസ് ഓൾവേസ് ടു ദ ലോ പ്രഷർ റീജിയൻ. ടെമ്പറേച്ചർ എത്രത്തോളം കൂടുന്നോ ആ പ്ലേസ് എപ്പോഴും എന്തായിരിക്കാം? ലോ പ്രഷറാണ്. എന്നാൽ സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ലോ പ്രഷർ വരാൻ സാധ്യത നമുക്കറിയാം. സബ് ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഉഷ്ണമേഖലാ പ്രദേശമാണ്. പക്ഷേ അവിടെ ഉണ്ടാകുന്നത് ഏതാണ്? ഹൈ പ്രഷർ. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിക്കും. അടുത്ത് വരുന്നതെന്ന് അറിയപ്പെടുന്ന സബ് പോളാർ. സബ് പോളാർ റീജിയൻസ് എന്നറിയപ്പെടുന്നത് ഓഫ് കോഴ്സ് അവിടെ എന്താണ്? നല്ല കോൾഡ് റീജിയനാണ്. നമ്മൾ പറഞ്ഞു കൺവെക്ഷൻ സംഭവിച്ച് മുകളിലേക്ക് പോകുന്ന വായു അത് തണുത്ത് ഹൈ പ്രഷറായിട്ട് മാറുന്നു. പക്ഷേ സബ് പോളാർ റീജിയൻസിൽ എന്തല്ല? ഹൈ പ്രഷർ അല്ല, ലോ പ്രഷർ. അതും എന്താണ് നമ്മൾ പഠിക്കും. പിന്നെ പോളാർ റീജിയൻസ് ഓൾവേസ് എന്ത് തന്നെയാണ്? നല്ല തണുപ്പുള്ള റീജിയനാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഹൈ പ്രഷർ. അപ്പോൾ ഇപ്പോൾ കണ്ടോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഹൈ പ്രഷറുള്ള സ്ഥലത്ത് ലോ പ്രഷറിലേ വരേണ്ടത്, ലോ പ്രഷറുള്ള സ്ഥലത്ത് ഹൈ പ്രഷർ അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഇതിനൊക്കെ കാരണമെന്നറിയപ്പെടുന്നത് ഏതും കൂടെ ആയിരിക്കാം? റൊട്ടേഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസവും കൂടെ ആയിരിക്കാം, മേ ബി. അപ്പോൾ റൊട്ടേഷനും നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഭയങ്കര ഇൻറ്റൻസീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ദ സെൻട്രൽ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ ഇക്വേറ്റർ ലോ പ്രഷർ and the 30 degrees north subtropical high pressure and 30 degrees south subtropical high pressure same, and 16 degree north subpolar low pressure, 16 degree south എന്താണ്? subpolar low pressure, and 90 degree north polar high pressure, 90 degree south polar high pressure. ഇനി ഇതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മധ്യഭാഗം ഞാൻ തന്നെ ഇവിടെ എടുത്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇത് കുറച്ച് വലുതായി പോയല്ലേ. ഓക്കെ, ഇതിൻ്റെ മധ്യഭാഗം എന്നറിയപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ. ഇതിനെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല പ്രദേശം എന്നറിയപ്പെടുന്നു. 0 ഡിഗ്രി മധ്യമേഖല, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇനി സബ് ട്രോപ്പിക്കൽ ആണെങ്കിലോ ഉപോഷ്ണ മേഖല അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അടുത്ത നെക്സ്റ്റ് വരുന്നതെന്നറിയപ്പെടുന്നത് 60 ഡിഗ്രി ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. അടുത്ത ഏറ്റവും അവസാനമായിട്ട് വരുന്ന പോളാർ റീജിയൻസ് ആണ്. അതിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പോൾസുകൾ, ധ്രുവപ്രദേശങ്ങൾ, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. എപ്പോഴും എന്ത് തന്നെയാണ്? ഉച്ചമർദ്ദം അല്ലേ? ഈ പ്രദേശമായാലും എന്താണ്? ഉച്ചമർദ്ദ പ്രദേശങ്ങളാണ്, പോളാർ റീജിയൻസ് അല്ലേ? അതുകൊണ്ട് ഇവിടെ എപ്പോഴും എന്ത് തന്നെയാണ്? ഉച്ചമർദ്ദമാണ് ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ, ഉച്ചമർദ്ദമാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. ഇവിടെ എപ്പോഴും ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്? ന്യൂനമർദ്ദം. ഇവിടെ എപ്പോഴും ചൂടിൻ്റെയും തണുപ്പിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ഉച്ചമർദ്ദം. ഇവിടെ എന്നറിയപ്പെടുന്നത് തണുപ്പുണ്ട്, പക്ഷേ അവിടെ ന്യൂനമർദ്ദമാണ്. അതെന്താണ്? നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് ആദ്യത്തെ തന്നെ ഒന്ന് പഠിക്കാം. പെട്ടെന്ന് നോക്കുക, ഇത് ഭയങ്കര എളുപ്പമാണ്, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. നിങ്ങൾ നോക്കിക്കേ, നമ്മൾ സെൻട്രൽ പാർട്ട് എന്നറിയപ്പെടുന്നതാണ് 0 ഡിഗ്രി എന്നറിയപ്പെടുന്നത് എന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ, അതേ വരുന്നുള്ളൂ. ഓക്കെ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്നറിയപ്പെടുന്നത് ഏതെന്നറിയപ്പെടുന്നു? ഇക്വറ്റോറിയൽ ലോ പ്രഷർ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഭാഗത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വരുന്നു? സൂര്യപ്രകാശം വരുന്നു, ശരിയല്ലേ? കാരണം ദ സൺ ഫോൾ വേർട്ടിക്കലി കണ്ടിന്യൂസ്ലി ഡയറക്റ്റഡ് ബൈ ദ ഇക്വേറ്റർ റീജിയൻസ്, അല്ലെങ്കിൽ സൺ റൈസസ് കണ്ടിന്യൂസ്ലി വരുന്ന പ്ലേസ് ഏതാണ്? ഇക്വറ്റോറിയൽ റീജിയൻ ആണ്, 0 ഡിഗ്രി ഇക്വറ്റോറിയൽ. അതുകൊണ്ട് തന്നെ ഇക്വറ്റോറിയൽ റീജിയൻസിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടാകുന്നത്? ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്. ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് തന്നെയാണ്? അവിടെ എന്ത് തന്നെയായിരിക്കാം? ലോ പ്രഷർ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എത്രത്തോളം
എന്ത് ചെയ്യുന്ന ടെമ്പറേച്ചർ കൂടുന്നു, അത്രത്തോളം ടെമ്പറേച്ചർ ഇതാ കൂടി പോവുകയാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, പ്രഷർ കുറഞ്ഞു വരുന്നു അല്ലേ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യുന്നു, കുറഞ്ഞ് വരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്ലേസ് എന്നറിയപ്പെടുന്നത് എന്താണ്, ടെമ്പറേച്ചർ പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ലോ പ്രഷർ. ഇവിടെ എന്ത് തന്നെയാണ്, ലോ പ്രഷർ. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു കാര്യം കൂടെയുണ്ട്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എന്തുണ്ടാകുന്നത് കൊണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ടെമ്പറേച്ചർ ഇങ്ങനെ താഴ്ന്നു വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കുകയാണ്, ഇവിടെ ഒരു കൺവേ അല്ലെങ്കിൽ നമ്മൾ കൺവെൻഷൻ എന്ന് പറഞ്ഞു അല്ലേ. കൺവെൻഷൻ പ്രോസസ്സ് ഇവിടെ ഭയങ്കരമായിട്ട് നടക്കും. അപ്പോൾ ഇവിടെ സൂര്യപ്രകാശം വന്ന് പതിക്കുമ്പോൾ ഇവിടുത്തെ എയർ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്ത് കൺവേ അല്ലെങ്കിൽ സംവഹനം സംഭവിച്ചു, കൺവെൻഷൻ സംഭവിച്ച് മുകളിലേക്ക് പോകും. എങ്ങനെ പോകും, വേർട്ടിക്കലായിട്ട് മുകളിലേക്ക് പോകും, ലംബമായിട്ട് മുകളിലേക്ക് പോകും. ശരിയല്ലേ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ വരുമ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് നടക്കുന്നുണ്ട്, കൺവെൻഷൻ നടക്കുന്നുണ്ട്. കൺവെൻഷനോടൊപ്പം തന്നെ ഇവിടെ എന്തും കൂടെ വരുന്നു, കാറ്റ് അല്ലെങ്കിൽ വിൻഡും കൂടെ ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ വിൻഡും ഈ കൺവെൻഷനും കൂടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പിന്നെ എയറിൻ്റെ സാന്നിധ്യം വളരെ കുറച്ച് മാത്രമേ കാണുള്ളൂ. എയറിൻ്റെ സാന്നിധ്യം ഇല്ലയെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. പക്ഷേ എയർ കൂടുതലായിട്ടുള്ള സ്ഥലമാണ്, കാരണം ബിക്കോസ് ഓഫ് ഇറ്റ്സ് കണ്ടിന്യൂസ്ലി ടെമ്പറേച്ചർ ഇവിടെ കൂടുതലാണ്. ബട്ട് അവിടെ കൺവെൻഷനും വിൻഡിൻ്റെ സാന്നിധ്യവും കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ എയറിൻ്റെ സാന്നിധ്യം കുറവായിരിക്കാം. അപ്പോൾ എയറിൻ്റെ സാന്നിധ്യം കുറവായത് കൊണ്ട് തന്നെ ഇതിനൊരു പേര് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുമായിരുന്നു. അതിന് കാരണം നമ്മൾ അങ്ങോട്ട് പഠിക്കും, ട്രേഡ് വിൻഡൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഇതിനെ അറിയപ്പെടുന്നതാണ് ഡോൾഡ്രം പ്ലേസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. അതായത് നിർവാത മേഖല, വാദമില്ല, നിർവാത മേഖല. വാദമില്ലാത്ത മേഖലയായതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു, നിർവാത മേഖല എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. എന്ത് മേഖല എന്നറിയപ്പെടുന്നു, നിർവാത മേഖല. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിത് പഠിച്ചു. ഇതാണ് നമ്മൾ എർത്തിൻ്റെ ഏറ്റവും സെൻട്രൽ പാർട്ട് എന്നറിയപ്പെടുന്ന ഇക്വേറ്റർ റീജിയൻസിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ വരുന്നു. എവിടെ നിന്നാണ് വരുന്നത്, സൂര്യനിൽ നിന്നാണ് വരുന്നത് അല്ലേ. ഒരു സൂര്യനേ ഉള്ള കേട്ടോ, സൂര്യനിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്ലേസിൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് എന്തുണ്ടാകുന്നു, ടെമ്പറേച്ചർ ഫോം ചെയ്യുന്നു അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ ഉണ്ടാകുന്നു. ആൻഡ് ദെയർ പ്ലേസസ് ഇസ് ഓൾവേസ് ടു ദ ലോ പ്രഷർ റീജിയൻസ്. ബട്ട് ദ കണ്ടിന്യൂസ് കൺവെൻഷൻ, ദീസ് പ്ലേസസ് ആർ കണ്ടിന്യൂസ് കൺവെൻഷൻസ് ആർ ഹാപ്പൻഡ്. കൺവെൻഷൻസ് വളരെയധികം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ദർ ഇസ് നോ വിൻഡ് ആർ അപ്പിയറിംഗ് ഹിയർ, ദർ ഇസ് നോ എയർ ആർ അപ്പിയറിംഗ് ഹിയർ. ഒരു എയറും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കാണാൻ സാധ്യത കുറവാണ്. ഒരു എയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എയറിൻ്റെ സാന്നിധ്യം കുറവാണ്. എയറിൻ്റെ സാന്നിധ്യം കുറവായതുകൊണ്ട് ഇതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു, നിർവാത മേഖല അല്ലെങ്കിൽ വാദമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഡോൾഡ്രം പ്ലേസുകൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. എന്ത് പേരിൽ അറിയപ്പെടുന്നു, ഡോൾഡ്രം പ്ലേസ്. ഇനി നിങ്ങളിതൊന്ന് നോക്കി, ഞാൻ പറഞ്ഞതല്ലേ 0° എന്ത് പേരിൽ അറിയപ്പെടുന്നു, സബ് ട്രോപ്പിക്കൽ അല്ല, ഇക്വേറ്റർ റീജിയൻ. ഇതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു, ഇക്വേറ്റർ. ഇതാ വരച്ചിട്ടുണ്ട്, ഇക്വേറ്റർ റീജിയൻസ്. ഇതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു, ഇക്വേറ്റർ റീജിയൻസ്. ഇതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു, ഇക്വേറ്റർ. ഇതാണ് ഇക്വേറ്റർ. ഓക്കെ ആണല്ലോ. ഇതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു, ഇക്വേറ്റർ. കണ്ടിന്യൂഷൻ ചെയ്യുന്നല്ലേ. അടുത്ത നെക്സ്റ്റ് വരുന്നത് അറിയപ്പെടുന്ന സബ് ട്രോപ്പിക്കൽ റീജിയൻ ആണ്. അടുത്ത് വരുന്ന നെക്സ്റ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്, സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. അടുത്ത സബ് പോളാർ റീജിയൻ, 60° പോളാർ റീജിയൻസ്. നമ്മൾ പഠിച്ചതാണ് ഇക്വേറ്റർ റീജിയൻസ്. അടുത്ത് നമ്മൾ പഠിച്ച മറ്റൊന്നാണ്, ഫസ്റ്റ് പഠിച്ചതെന്നറിയപ്പെടുന്ന ഇക്വേറ്റോറിയൽ റീജിയൻസ് എന്നറിയപ്പെടുന്നത്. ഇക്വേറ്റർ റീജിയൻസിൻ്റെ പ്രത്യേകത എന്താണ്, ദ എക്സ്പാൻഷൻ ആൻഡ് ദ റൈസിങ് ഓഫ് ദ എയർ ഡ്യൂ ടു ദ ഹൈ പ്രഷർ. ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ നമ്മൾ. ചൂട് കൂടുന്നതിനനുസരിച്ച് എയർ മുകളിലേക്ക് പോകുന്നു. ആൻഡ് ഇക്വേറ്റർ റീജിയൻ ദ കേസസ് ദ ഫോർമേഷൻ ഓഫ് ദ ഇക്വേറ്റോറിയൽ ലോ പ്രഷർ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ലോ പ്രഷർ ഉണ്ടാകുന്നു. പഠിക്കുക. ആൻഡ് ദിസ് സോൺ ഈസ് എ വെർട്ടിക്കൽ എയർ കറണ്ട് ഡിവോട്ടഡ് ഓഫ് ദ വിൻഡ്. കാറ്റുകൾ ഇവിടെ എന്താണ്, വളരെയധികം വെർട്ടിക്കലായിട്ട്, ലംബമായിട്ട് എയറുകൾ എന്ത് ചെയ്യുന്നു, ബഹിരാകാശത്തേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ടും ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പ്ലേസിൽ എന്താണ്, കാറ്റുകൾ കൂടുതലാകുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വിൻഡ്ലെസ് സോൺ എന്ന പേരിലും അറിയപ്പെടുന്നു. ആൻഡ് ദീസ് പ്രഷർ ബെൽറ്റ് ഈസ് കാൾഡ് ഡോൾഡ്രംസ്. എയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എന്തുമില്ല, എയർ ഓൾറെഡി കൺവെൻഷൻ ചെയ്ത് പോയല്ലോ. കാറ്റുകൾ ആദ്യ സമയങ്ങളിൽ കാണും, ബട്ട് എയർ കൺവെൻഷൻ ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ്, വിൻഡ് കാണാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അതിനെന്താണ്, വിൻഡ്ലെസ് സോൺ. എയറിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, എയർ എന്താണ്, എയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കാറ്റെന്ന് പറയുന്നത് എന്താണ്, കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് എന്തിനെയാണ്, എയറിനെയാണ് കൊണ്ടുപോകുന്നത്. എയർ അവിടെ വന്നിട്ട് അതെന്ത് ചെയ്യുന്നു, കൺവെൻഷൻ ചെയ്ത് മുകളിലോട്ട് പോയി അത് കോൾഡ് റീജിയനൊക്കെ ആയി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഇവിടെ എയർ കാണുമോ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഡൗട്ട് ഉണ്ടാവും, എയർ കാണുമോ, ഇല്ല. അപ്പോൾ അവിടെ തന്നെ കാറ്റിൻ്റെ സാന്നിധ്യവും എന്ത് തന്നെയാണ്, കുറവായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ വളരെയധികം കാറ്റ് കുറഞ്ഞു എന്ന് പറയാനും പറ്റില്ല. പക്ഷെ ചെറിയ ഒരു എന്താണ്, ഒരു ലിറ്റിൽ മോർ, വളരെ ചെറുതായിട്ടുള്ള ഒരു കാറ്റിൻ്റെ സാന്നിധ്യം കാണും. ബട്ട് അവിടെ പൂർണ്ണമായിട്ടും അറ്റ്മോസ്ഫിയറിനെ മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള കാറ്റിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യില്ല, കാണില്ല. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അതാണ് എന്നറിയപ്പെടുന്നത് വിൻഡ്ലെസ് സോൺ അല്ലെങ്കിൽ ഡോൾഡ്രംസുകൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡോൾഡ്രംസ് പ്ലേസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ എന്നറിയപ്പെടുന്നതാണ് പോളാർ റീജൻസ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ സബ് പോളാർ റീജൻസ് എന്നറിയപ്പെടുന്നത്. ഇതാണ് അവിടെ നോക്കി 30 ഡിഗ്രി നോർത്തിനെയാണ് നമ്മൾ 30 ഡിഗ്രി നോർത്തിനെയാണ് 30 ഡിഗ്രി നോർത്തിനെയും 30 ഡിഗ്രി സൗത്തിനെയും അറിയപ്പെടുന്നതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സബ് പോളാർ റീജിയൻ അല്ലെങ്കിൽ സബ് പോളാർ ഹൈ പ്രഷർ. സബ് പോളാർ ഹൈ പ്രഷർ എന്ന് അതിനെ പറയുന്നതിന് കാരണം ഇക്വേറ്റർ റീജിയൻസ്, ഇവിടെ ഞാൻ ഇപ്പോൾ ഇക്വേറ്റർ റീജിയൻസ് വരച്ചു. അങ്ങനെ നിങ്ങൾ 0 ഡിഗ്രി എന്ന് പഠിക്കുക. ഇക്വേറ്റർ, ഓക്കെ ഓക്കെ ഓക്കെ, 0 ഡിഗ്രി ഇക്വേറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ഓർമ്മയുണ്ടോ? ഈ പ്ലേസിൽ നിന്ന് ഇക്വേറ്റർ റീജിയൻസിൽ ഏറ്റവും കൂടുതൽ എന്താണ്? ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എവിടേക്ക് ഉയർന്നു പോകുന്നു? നോക്കിക്കേ, ഈ ഭാഗത്തേക്ക് കൺവേ ചെയ്ത് പോകുന്നു, താഴേക്ക് മുകളിലോട്ട്, അങ്ങനെ ഓക്കെ, കൺവേ ചെയ്ത് മുകളിലോട്ട് പോകുന്നു. കൺവേ ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഈ എയർ എന്ത് ചെയ്യുന്നു? തണുക്കുന്നു. ഈ എയർ എന്ത് ചെയ്യുന്നു? തണുക്കുന്നു. ശരിയല്ലേടാ പറഞ്ഞത്? താഴെയുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഈ പറയുന്ന ചൂടായ വായു മുകളിലേക്ക് പോകുമ്പോൾ, എവിടെ പോകുമ്പോൾ? മുകളിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണുള്ളത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അല്ലെങ്കിൽ ഉപോഷ്ണ മേഖല, ഉച്ചമർദ്ദം വിട്ടേക്ക് ഉപോഷ്ണ മേഖല. അപ്പോൾ എയർ എല്ലാം കൂടെ ഇവിടെ വരുന്നു, എല്ലാം കൂടെ ഇവിടെ വരുന്നു, ഉപോഷ്ണ മേഖലയിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും ഇതിവിടെ നിന്ന് തൊട്ട് താഴെ ഇവിടെ എന്തും കൂടെയുണ്ട്? ഉപോഷ്ണ മേഖലയുടെ തൊട്ട് മുകളിലുള്ള ഒരു സോണും കൂടെ ഉണ്ട്, അതാണ് സബ് പോളാർ. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ സബ് പോളാർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? തണുപ്പായിട്ടുള്ള വായുവാണ്. അപ്പോൾ സബ് പോളാറും സബ് ട്രോപ്പിക്കൽ ഈ തണുത്ത വായുവും കൂടെ ഒരുമിച്ച് ചേർന്ന് അവിടെ എന്തായിട്ട് മാറുന്നു? ഹൈ പ്രഷർ ഉണ്ടാകുന്നു. ഓക്കെ, ഇക്വേറ്റോറിയൽ റീജിയൻസിലുള്ള എയർ ചൂടായിട്ടല്ല, അത് വളരെ ചൂടായിട്ട് അതെന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോയിട്ട് അത് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലെത്തുമ്പോൾ തണുക്കുന്നു. സ്വാഭാവികമായിട്ട് മുകളിലുള്ളതും താഴെയുള്ളതുമായിട്ടുള്ള എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൺവേ ചെയ്ത് അത് ഒരുമിച്ച് കൂടിച്ചേർന്ന് അവിടെ ഹൈ പ്രഷർ റീജിയനായിട്ട് മാറുന്നു. അപ്പോൾ അതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പോളാർ സബ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. എന്ത് റീജിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ എന്ന റീജിയൻ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. ഓക്കെ, ഇത് സെലക്ട് ആയപ്പോൾ എല്ലാം ഒരുമിച്ച് കയറി സെലക്ട് ആയി കേട്ടോ. അപ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ, ദ റൈസിംഗ് വാം എയർ, കണ്ടോ, അലോങ് ടു ദ ഇക്വേറ്റർ റീജിയൻ പോൾവാർഡ് ദ അപ്പർ എയർ വിൻഡ് ദ ഗ്രാജുവലി കൂൾ. കണ്ടോ, ഇക്വേറ്റർ റീജിയൻസിൽ നിന്നുള്ള എയർ റൈസ് അപ്പ് ചെയ്ത് മുകളിലേക്ക് പോയി പോളാർ റീജിയൻസിന്, ദാറ്റ് മീൻസ് പോളാറിലെയും ഇക്വേറ്റർ റീജിയൻസിലെ എയറും അത് സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ എത്തുന്ന സമയത്ത് ഒരുമിച്ച് അത് കൂടിച്ചേർന്ന് അത് കൂളായിട്ട് അതെന്തായിട്ട് മാറുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റായിട്ട് മാറുന്നു. അപ്പോൾ ഈ 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിവിടെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ റീജിയൻസ് എന്നറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 0 ഡിഗ്രി ഇക്വേറ്റർ റീജിയൻസ് എന്നറിയപ്പെടുന്നത് 0 ഡിഗ്രി, അടുത്തതെന്നറിയപ്പെടുന്നത് 30 ഡിഗ്രി നോർത്ത്, അടുത്ത് 30 ഡിഗ്രി സൗത്ത്, നെക്സ്റ്റ് 60 ഡിഗ്രി നോർത്ത്, 60 ഡിഗ്രി സൗത്ത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വരരുത്. അപ്പോൾ റൈസിങ് എയേഴ്സ് ഇക്വറ്റോറിയൽ റീജിയൻസിൽ നിന്ന് ഉയർന്നു പോയി സബ് ട്രോപ്പിക്കൽ റീജിയൻസിലേക്ക് എത്തുകയും അത് കൂളായിട്ട് പോളാർ റീജിയൻസിലെ എയറും സബ് ട്രോപ്പിക്കൽ റീജിയൻസിലെ എയറും കൂടെ ഒരുമിച്ച് ചേർന്ന് അവിടെ ഹൈ പ്രഷർ ഉണ്ടാകുന്നു. അവിടെ എന്തുണ്ടാകുന്നു? ഹൈ പ്രഷർ റീജിയൻസ് എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമുക്ക് മായ്ച്ചു കളയാം. അടുത്ത നെക്സ്റ്റ് വരുന്നതാണ് ഏത്? നെക്സ്റ്റ് വരുന്നത് ഇതാണ് നമ്മുടെ ഭൂമി എന്ന് വിചാരിക്കുക. ഏകദേശം ഷേപ്പ് തന്നെയല്ലേ? ഭൂമിയാണ് നിങ്ങൾ വിചാരിക്കുക. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഏതാണ്? പോളാർ റീജിയൻസ്. അപ്പം നിങ്ങൾ ചോദിക്കും സബ് പോളാർ എവിടെയാണെന്ന്. ഞാൻ മറന്നിട്ടല്ല, അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ നമുക്ക് പോളാർ റീജിയൻസ് പഠിക്കാം. പോളാർ റീജിയൻസ് എന്നറിയപ്പെടുന്ന ഹൈ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എന്താണ്? ടെമ്പറേച്ചറാണ്, അല്ലേ? ശരിയാണോ? ടെമ്പറേച്ചറാണോ? അല്ല, ഹൈ ഇൻറ്റൻസീവ് കോൾഡ് റീജിയനാണ്. അതെന്നറിയപ്പെടുന്ന എന്താണ്? പോളാർ. നമ്മുടെ ധ്രുവപ്രദേശങ്ങളുടെ വളരെ അടുത്തല്ലേ നിൽക്കുന്നു, വളരെ ഉയർന്ന സ്ഥലമാണ്, അല്ലേ? സൂര്യപ്രകാശമൊക്കെ വളരെ കുറവൊക്കെ എത്തുന്ന സ്ഥലമാണ്. ഇപ്പോൾ നോർവേ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് പറയാൻ ഇതിന് തൊട്ട് താഴെ വരുന്ന സ്ഥലങ്ങളാണ്. നിങ്ങൾ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. യൂറോപ്പിൻ്റെ ഏറ്റവും തൊട്ട് മുകളിലാണ്, ഏറ്റവും മുകളിലാണ് നോർവേ പോലുള്ള രാജ്യങ്ങളൊക്കെ വരുന്നത്, അല്ലേ? അപ്പോൾ അത് അസ്തമിക്കാത്ത രാജ്യം എന്നൊക്കെ പറയുന്നില്ലേ, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്നൊക്കെ പറയും. എപ്പോഴും അല്ല കേട്ടോ, 6 മന്ത് പകലും 6 മന്തൊക്കെ രാത്രിയാണ് അവിടെ. അല്ലാതെ നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായിട്ട് നമ്മൾ നോർവേ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രദേശങ്ങളൊക്കെ എന്താണ്? ഹൈ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോൾഡ് റീജിയനാണ്.
അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ദീസ് പ്ലേസസ് ഓൾവേസ് ടു ദ ഇൻറ്റൻസീവ് കോൾഡ് റീജിയൻ. ഇറ്റ്സ് കോമൺലി പ്രഷർ ഈസ് ഹൈ പ്രഷർ. ഹൈ പ്രഷർ റീജിയൻസ് ആയിരിക്കും ഇവിടെ എപ്പോഴും എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. എപ്പോഴും ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഹൈ പ്രഷർ. എന്നാൽ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല. എന്നാൽ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള റീജിയൻസ് നോക്കിയേ. ഈ തൊട്ട് താഴെയുള്ള റീജിയൻസാണ് എന്താണ് പോളാർ റീജിയൻസ്. ഇവിടെ എന്താണ്? സബ് പോളാർ റീജിയൻസ്. എടാ ഇങ്ങോട്ട് നോക്കിയേടാ, ഇവിടെ പോളാർ റീജിയൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ പ്രഷറാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്? ലോ പ്രഷറാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെയുള്ള എയറും കൂടെ കൂടിച്ചേരുന്നുണ്ട്. ഇവിടെ കൂടിച്ചേരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ ഹൈ പ്രഷറാണ് ഉണ്ടാകുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ ഇൻറ്റൻസീവ് കോൾഡ് റീജിയൻസ് ആർ ഹിയർ. ബട്ട് അവിടെ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള തണുപ്പാണെങ്കിൽ പോലും നമ്മുടെ ഭ്രമണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റൊട്ടേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രമണം. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഭ്രമണവും ചെയ്യുന്നുണ്ട്. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ ഈ ഭ്രമണത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടെയാണ് ഈ സബ്പോളാർ റീജിയൻ എന്നറിയപ്പെടുന്നത്. ഏത് റീജിയൻ എന്നറിയപ്പെടുന്നു? സബ്പോളാർ റീജിയൻ. ഈ സബ്പോളാർ റീജിയൻസ് എന്നറിയപ്പെടുന്നത്. സബ്പോളാർ. അപ്പോൾ ഈ ഇൻറ്റൻസീവായിട്ടുള്ള ഈ ഭ്രമണത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ റൊട്ടേഷൻസ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. റൊട്ടേഷൻസ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സബ്പോളാർ റീജിയൻസ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ സാന്നിധ്യവും വളരെയധികം എന്തായിരിക്കാം? കൂടുതലായിരിക്കാം അല്ലേ? അപ്പോൾ ഈ സ്ഥലം എന്നറിയപ്പെടുന്ന എന്താണ്? ഹൈ ഇൻറ്റൻസീവായിട്ട് റൊട്ടേഷൻസ് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ കാറ്റുകളെ റൊട്ടേഷൻ്റെ ഫലമായിട്ട് അതിനെ ചുഴറ്റി എറിയപ്പെടുന്നു അല്ലേ? ഇതിനെ ചുഴറ്റി എറിയുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ കാറ്റുകൾ പിന്നെ കാണുമോ? ഇല്ല. എയറിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് തന്നെയാണ്? എന്ത് ചെയ്യുന്നു? ലോ പ്രഷർ ആയിരിക്കാം ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഇവിടെ എന്നറിയപ്പെടുന്ന എന്താണ്? ഭ്രമണത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അറിയുന്ന സ്ഥലമാണ് ഈ സബ്പോളാർ റീജിയൻസ്. ഈ സബ്പോളാർ റീജിയൻസിൽ ഭ്രമണത്തിൻ്റെ റൊട്ടേഷൻ്റെ സാന്നിധ്യം വളരെ അധികം കൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? എയറിൻ്റെ സാന്നിധ്യം വളരെയധികം കുറവായിരിക്കും. ഇവിടെ നിന്നെല്ലാം എയർ ഉണ്ട്, കോൾഡ് റീജിയൻസ് ആണ്. പക്ഷേ ഇവിടെ ഹൈ പ്രഷറാണ് വരേണ്ടത്. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഭ്രമണം അറിയുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്താണ്? ഈ എയറിനെ ചുഴറ്റി എറിയപ്പെടുന്നു. ശരിയല്ലേ പറയുന്നത്? ഈ ചുഴറ്റി എറിയുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ് കൂടുതലും ഉണ്ടാകുന്നത്? ലോ പ്രഷർ ആയിരിക്കാം ഉണ്ടാകുന്നത്. കാരണം എയർ പിന്നെ കാണുമോ? എയറിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എന്ത് തന്നെയാണ്? ലോ പ്രഷറാണ്. ശരിയല്ലേ? എയറിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് തന്നെയാണ്? ലോ പ്രഷർ റീജിയൻസ്. അപ്പോൾ നമ്മൾ 4 പ്രധാനപ്പെട്ട സോണുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത്. ഇതായപ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കാനായിട്ട് പോകുന്നു. നമ്മൾ നോക്കിയേ 60 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് നോർമലി ഹൈ പ്രഷർ സോൺ. അവിടെ നോർമലി എന്താണ്? ഹൈ പ്രഷർ സോണാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ഇവിടെ നോക്കിയേ ഫോംഡ് ഡ്യൂ ടു ദ ലോവർ ടെമ്പറേച്ചർ കണ്ടീഷൻ ബട്ട് ഓവിങ് ടു ദ കണ്ടിന്യൂസ് ത്രോയിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയറിനെ കണ്ടിന്യൂസ് ആയിട്ട് ത്രോ ചെയ്യുന്നു. എയറിനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ത്രോ ചെയ്യുന്നു. അലോങ് ദിസ് റീജിയൻ കേസ്ഡ് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ റൊട്ടേഷൻ എർത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ എന്തുണ്ടാകുന്നു? ത്രോയിങ് അപ്പ് നടക്കുന്നു അല്ലേ? ത്രോയിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേഷൻസിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇവിടെ ത്രോയിങ് അപ്പ് നടക്കുന്നു. ചുഴറ്റി എറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ലോ പ്രഷർ ആയിരിക്കാം ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്ലേസുകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സബ്പോളാർ ലോ പ്രഷർ. ഓക്കെ. അപ്പോൾ 60 ഡിഗ്രി നോർത്ത് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ എങ്ങനെയാണ് ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചേക്കുക. ലോ പ്രഷർ ഉണ്ടാകുന്നതിന് ഹൈ പ്രഷർ റീജിയൻ സോണാണ്. ബട്ട് അവിടെ ലോവർ ടെമ്പറേച്ചറുമാണ് ഉണ്ടാകുന്നത്. ബട്ട് ദീസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന എയറിനെ തന്നെ ചുഴറ്റി എറിയുന്ന ഒരു ത്രോയിങ് അപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ ദീസ് പ്ലേസസ് ഈസ് ഓൾവേസ് ടു ദ അപ്പയർ ടു ദ ലോ പ്രഷർ. അവിടെ എപ്പോഴും എന്ത് തന്നെയായിരിക്കാം? ലോ പ്രഷറാണ് ഉണ്ടാകുന്നത്. നമ്മൾ വിട്ടുപോയൊരു സംഭവമുണ്ട്. പോളാർ ഹൈ പ്രഷർ എന്നറിയപ്പെടുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കാണാം. പോളാർ ഹൈ പ്രഷർ എന്നറിയപ്പെടുന്ന റീജിയൻസ് എന്തായിരിക്കും? ദ കണ്ടിന്യൂസ് പോൾസ് റീജിയൻസ് ആണ്. ഓപ്പോസിറ്റ് ദാറ്റ് ഇക്വേറ്റർ റീജിയൻസിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ഓപ്പോസിറ്റ് റീജിയൻസ് ആണ് പോളാർ ഹൈ പ്രഷർ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് കോൾഡ് എയർ ആയിരിക്കും. കോൾഡ് എയർ ആയതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ കണ്ടിന്യൂസ് ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാനൊന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് മൈ അസംഷൻ. നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ
ഏറ്റവും എളുപ്പമുള്ളതാണ്, മനസ്സിലാക്കിയെടുക്കുക. ഒന്നുകൂടെ പറയാം, ഇക്വേറ്റർ ലോ പ്രഷർ റീജൻസ് എന്നറിയപ്പെടുന്ന കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ സോണാണ്. സോ ദാറ്റ്സ് റീസൺ ദീസ് പ്ലേസസ് ഓൾവേസ് ടു ദ ലോ പ്രഷർ. എത്രത്തോളം ടെമ്പറേച്ചർ കൂടുന്നു അത്രത്തോളം എന്ത് ചെയ്യുന്നു, പ്രഷർ കുറയുന്നു. ഇനി അതിൻ്റെ തൊട്ട് മുകളിലോട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേ ചെയ്ത് പോകുന്നുണ്ട്. കൺവേ ചെയ്ത് പോകുന്നത് കൊണ്ടും തൊട്ട് മുകളിലത്തെ പോളാർ റീജൻസിൽ എയറുകൾ ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നത് കൊണ്ടും ആൻഡ് ഈക്വൽ പാർട്ട് ഓഫ് ദ ടച്ചിങ് ഏതൊക്കെയാണ്, കൺവെക്ഷൻ പ്രോസസ്സ്. ഇവിടെ എന്തൊക്കെ ഹാപ്പൻസുകളാണ് ഉണ്ടാകുന്നത്, കൺവെക്ഷൻ പ്രോസസ്സ് ഉണ്ടാകുന്നു. മുകളിലുള്ള എയറും വരുന്നത് കൊണ്ട് തന്നെ ദീസ് പ്ലേസസ് ഓൾവേസ് ടു ദ എന്താണ്, കൺവേ ചെയ്ത് കോൾഡ് റീജൻ. അതുകൊണ്ട് തന്നെ അത് എന്തായിട്ട് മാറുന്നു, ഹൈ പ്രഷർ. ഇനി മുകളിലേക്ക് പോകുമ്പോൾ സപ്പോളാർ റീജൻസ് ലോ പ്രഷർ അല്ല ഹൈ പ്രഷറാണ് വരേണ്ടത്. ബട്ട് ഇവിടെ ത്രോയിങ് അപ്പ് ഓഫ് റൊട്ടേഷൻ്റെ ത്രോയിങ് അപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ കറക്കം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ എയറിനെ കൃത്യമായ രീതിയിൽ റൈസപ്പ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടും അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റാത്തതും കൊണ്ട് തന്നെ അവിടെ എന്താണ്, ലോ പ്രഷർ. പിന്നെ ഈസ് ഓൾവേസ് ടു ദ പോളാർ റീജൻ ഈസ് ദ കോൾഡ് ഇൻറ്റൻസീവ് റീജൻ. സോ ദാറ്റ് ഈസ് ആ പ്ലേസ് എന്ത് തന്നെയാണ്, ഹൈ പ്രഷറാണ്. അപ്പോൾ ഇതാണ് 4 നോർത്തിലെയും 4 സൗത്തിലെയും അങ്ങനെ ടോട്ടൽ 8 പ്രധാനപ്പെട്ട എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വായിച്ച് നോക്കുക. ഓക്കെയാണ്. ഇതൊന്നും വലിയ സംഭവമല്ല കേട്ടോ, ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നിങ്ങൾ അതെന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ താഴോട്ട് നോക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഘടകം. ഓക്കെ, യെസ്. അപ്പോൾ സബ് പോളാർ റീജൻസ് എന്താണ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് നമ്മളെ കുറിച്ച് പറഞ്ഞു വരുന്നു. ഇനി ഇതിനകത്ത് പറയുന്നതെന്ന് അറിയപ്പെടുന്നത്, അത് നോക്കി താഴോട്ടുള്ളത് നോക്കൂ. യെസ്. The pressure difference in the atmosphere are the largely noticeable through the air movement. There are the two types of airs. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എന്നിട്ട് നോക്കിയാൽ നിങ്ങൾ, നമ്മുടെ ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് നിസ്സാരമായിട്ടൊരു സാധനമല്ല. ചില സമയങ്ങളിൽ നമുക്ക് ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൂര്യനെ ഇങ്ങനെ അപ്പാരൻ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ഓർബിറ്റിൽ ഇതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിൽ ചില സമയങ്ങളിൽ സൂര്യൻ്റെ എന്താണ് സമ്മർ സീസൺ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിലും വിൻ്റർ സീസൺ സമയത്ത് സദേൺ ഹെമിസ്ഫിയറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ചേഞ്ചസുകൾ സംഭവിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ചില സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ ഹൈ ഇൻറ്റൻസീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് 0 ഡിഗ്രി എന്നറിയപ്പെടുന്നത് 0.5 ഡിഗ്രി ആവാം. അതുപോലെ തന്നെ എന്താണ് 30 ഡിഗ്രി എന്നറിയപ്പെടുന്നത് ഒരു 5 ഡിഗ്രി കൂടെ മാറി 35 ഡിഗ്രി ആവാം. അടുത്ത് 40 ഇവിടെ എന്താണ് 60 ഡിഗ്രി എന്നറിയപ്പെടുന്നത് ഒരു 0.5 കൂടെ മാറി 65 ഡിഗ്രി ആവാം. 90 ഡിഗ്രിയും അങ്ങനെ സംഭവിക്കാം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും സൂര്യൻ്റെ അയനം കൊണ്ട് അല്ലേ, അപ്പാരൻ്റ് കൊണ്ട് അവിടെയും അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടാകുന്നുണ്ട്, മാറ്റം സംഭവിക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടാകുന്നുണ്ട്, മാറ്റം. അതായത് ഈ സൂര്യൻ്റെ അയനമനുസരിച്ച് താപനിലയിൽ എന്താണ്, വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻ്റ് അനുസരിച്ച് താപനിലയിൽ ടെമ്പറേച്ചറിൽ ഈ സോണുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മളിപ്പോൾ പഠിച്ച പ്രഷർ സോണുകളിലാണ്, ആഗോള മർദ്ദ മേഖലകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പഠിച്ചത് തന്നെയാണ്, ഈ ആഗോള മർദ്ദ മേഖലകളിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏകദേശം വേനൽക്കാലത്ത് ഒരു 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ എന്ത് ചെയ്യുന്നുണ്ട്, വടക്കോട്ടും അതുപോലെ വിൻ്റർ സീസൺ ആവുന്ന സമയത്ത് എന്താണ്, തെക്ക് ഭാഗത്തും അല്ലെങ്കിൽ സദേൺ ഭാഗത്തും എന്തുണ്ടാകുന്നുണ്ട്, ആഗോള മർദ്ദ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്താണ്, ഡിഫറൻസിയേഷൻ സംഭവിക്കുന്നു. 5 അല്ലെങ്കിൽ ഒരു 10 ഡിഗ്രിയിൽ നോർത്തിൽ തന്നെയാണ് നമ്മൾ സമ്മർ സീസണും വിൻ്റർ സീസണും ഒക്കെ നോക്കുന്നത്. ആ മേഖലയിൽ എന്തുണ്ടാകുന്നു, ചെറിയ ചെറിയ മർദ്ദ വ്യത്യാസത്തിൽ ഒരു സ്ഥാനമാറ്റം, ഒരു ഡിഗ്രിയിൽ വളരെയധികം മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. അപ്പോൾ ഈ മർദ്ദ വ്യത്യാസം അനുസരിച്ച് നമ്മൾ അവിടെ തന്നെ നേരത്തെ നോക്കിയത് തന്നെയാണ്, മർദ്ദ വ്യത്യാസം അനുസരിച്ച് ഈ എയർ കറണ്ടുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുന്നത് നിങ്ങളത് കേൾക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മർദ്ദ വ്യത്യാസം അനുസരിച്ച് ഇവയെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അതായത് അന്തരീക്ഷത്തിലെ മർദ്ദ വ്യത്യാസങ്ങൾ പ്രധാനമായിട്ടും എത്രയാണ്, 2 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ എന്നറിയപ്പെടുന്നത് വായുവിൻ്റെ ചലനങ്ങളെയാണ്. ഓക്കെ ആണല്ലോ? അതായത് എയർ കറണ്ടുകൾ എന്ന് പറയും, വായുവിൻ്റെ ചലനങ്ങൾ അല്ലെങ്കിൽ എയർ കറണ്ടുകൾ. രണ്ടാമത്തെ എന്നറിയപ്പെടുന്നതാണ് കാറ്റുകൾ. അപ്പോൾ വായുവിൻ്റെ ചലനവും കാറ്റുകളും എന്നറിയപ്പെടുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ മർദ്ദ വ്യത്യാസത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, എയർ കറണ്ടുകളായാലും നമ്മുടെ വായു ആയാലും
വിൻഡുകളായാലും അന്തരീക്ഷത്തിലെ മർദ്ദമനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. വൺസ് അഗെയിൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇവിടെ എല്ലാവരും ഒന്ന് നോക്കിക്കേ. ത്രൂ ദ എയർ മൂവ്മെൻറ്റ്, 2 ടൈപ്സ് ഓഫ് എയർ മൂവ്മെൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ. 2 തരത്തിലുള്ള വിൻഡുകളാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എയർ കറണ്ട് ആൻഡ് വിൻഡ്. വായുവും അതേപോലെ തന്നെ കാറ്റും. ഓക്കെ ആണല്ലോ. എയർ ഈസ് എ കറണ്ട് ആർ ദ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് എയർ. എപ്പോഴും കാറ്റുകൾ എന്നറിയപ്പെടുന്ന എയർ എന്നറിയപ്പെടുന്ന വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്. വെർട്ടിക്കൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലേക്ക് പോകുന്നു അല്ലേ? വെർട്ടിക്കൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലേക്ക് ഇക്വേറ്റർ റീജിയൻസിൽ നിന്ന് കൺവേ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇക്വേറ്റർ. ഓക്കെ, എയർ മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്നത്. ഇക്വേറ്റർ അല്ല, എയർ മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ വരയ്ക്കുന്നതിൽ പെട്ടെന്ന് ഇങ്ങനെ അത് മായ്ക്കാൻ ഇങ്ങനെ മാറ്റുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ ആ വേർഡ് അങ്ങ് മാറിപ്പോകുന്നത് കേട്ടോ. ഓക്കെ, സോറി. ആൻഡ് എയർ മൂവ്മെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വിൻഡുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? എപ്പോഴും ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റുകളാണ്. വിൻഡുകൾ എപ്പോഴും എന്ത് തന്നെയാണ്? ഹൊറിസോണ്ടൽ എങ്ങനെയാണ്? അത് ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സുകളാണ്. വിൻഡുകൾ എപ്പോഴും എന്താണ്? ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സുകളാണ്. ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഈ 2 മൂവ്മെൻറ്റ്സുകൾക്ക് എന്തുണ്ടാകുന്നുണ്ട്? ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാറ്റങ്ങൾ നമ്മുടെ ഭൂമിയിൽ സൂര്യൻ്റെ അപ്പാരൻ്റ് സംഭവിക്കുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പേരിലാണ്? കാറ്റുകൾ അല്ലെങ്കിൽ എയർ മൂവ്മെൻറ്റ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രഷറിന് എന്തുണ്ടാകുന്നുണ്ട്? ചില സമയങ്ങളിൽ സൂര്യൻ്റെ അപ്പാരൻ്റ് അനുസരിച്ച് എന്തുണ്ടാകുന്നുണ്ട്? കാറ്റുകൾക്കും വായുവിനും ചലനമാറ്റങ്ങൾ സംഭവിക്കുന്നു. കാറ്റിനും അതേപോലെ തന്നെ എന്താണ്? എയറിനും ചലനമാറ്റങ്ങൾ എന്താണ് സംഭവിക്കുന്നു. അവയെ നമ്മൾ അപ്പോൾ ഈ കാറ്റിൻ്റെ ചലനമാറ്റങ്ങളും ഇതൊക്കെ നമ്മൾ ഭൂമിയിൽ എന്തുണ്ടാകുന്നു? പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സണ്ണിൻ്റെ മറ്റൊരു തരത്തിലുള്ള പ്രതിഭാസമാണ്. ഈ പ്രതിഭാസങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്, കോറിയോലിസ് എഫക്റ്റ്. അപ്പോൾ ഇതും അടുത്തും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. കോറിയോലിസ് എഫക്റ്റ്. അപ്പോൾ ഈ കാറ്റിൻ്റെയൊക്കെ സഞ്ചാരപഥത്തിൽ അല്ലെങ്കിൽ എയറിൻ്റെ കാറ്റാണല്ലോ എയർ, ഇതിനുണ്ടാകുന്ന മാറ്റം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഭൂമിയിൽ അപ്പാരൻ്റ് ആവുന്നത് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു എഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കോറിയോലിസ് എഫക്റ്റ്. നമ്മുടെ എയറിൻ്റെ അല്ലെങ്കിൽ കാറ്റുകൾക്ക് സംഭവിക്കുന്ന ഈ മാറ്റത്തിനെ നമ്മളൊരു പേരിൽ അറിയപ്പെടുന്നതാണ്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കോറിയോലിസ് എഫക്റ്റ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോറിയോലിസ് എഫക്റ്റ്, ബിക്കോസ് ഓഫ് നമ്മൾക്കുള്ള എക്സാമിനേഷനെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ് കോറിയോലിസ് എഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. കോറിയോലിസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് ഇക്വേറ്റർ. നമുക്ക് ഓരോ കളർ വീതം കൊടുക്കാം. ഇതാണ് ഇക്വേറ്റർ എന്നറിയപ്പെടുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇക്വേറ്ററിൻ്റെ ഈ ഭാഗം എന്നറിയപ്പെടുന്ന ഏതാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ഈ ഭാഗം എന്നറിയപ്പെടുന്ന ഏതാണ്? സതേൺ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ ആണല്ലോ. നോർത്തേൺ ഹെമിസ്ഫിയറും സതേൺ ഹെമിസ്ഫിയറും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസുകൾ തന്നെയാണ്. സിമ്പിളാണ്, ഇതിൽ വലിയ സംഭവങ്ങളൊന്നുമല്ല. ഓക്കെ, ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യൻ്റെ സ്ഥാനം സമ്മർ റീജൻസിലായിരിക്കുമ്പോൾ, സമ്മർ ആയാലും വിൻ്റർ ആയാലും ഓക്കെ, സമ്മർ സീസണിൽ സൂര്യൻ്റെ സ്ഥാനം നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കുമ്പോൾ, എവിടെയായിരിക്കുമ്പോൾ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൂര്യൻ്റെ സ്ഥാനം. അപ്പോൾ എന്തുണ്ടാകുന്നു? കൂടുതലും എയർ മൂവ്മെൻറ്റ്സുകൾ നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭൂമിയിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്ന 2 കാര്യങ്ങളാണ്, ഒന്ന് വായുവും കാറ്റ്. വായു തന്നെയാണ് കാറ്റ്, കാറ്റ് തന്നെയാണ് വായു അല്ലേ? അപ്പോൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾ, ദ ഫ്രീലി മൂവിങ് എന്താണ്? പാർട്ടിക്കിൾസുകളോ അല്ലെങ്കിൽ എലമെൻറ്റ്സുകളോ. അപ്പോൾ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് പോകുന്നു. കണ്ടോ, എങ്ങോട്ട് പോകുന്നു? നോർത്തേൺ ഹെമിസ്ഫിയറിൽ. എന്നാൽ ഭൂമിയുടെ റൊട്ടേഷനോ അല്ലെങ്കിൽ മറ്റേതോ തരത്തിലുള്ള ബലങ്ങൾ കാരണം ഈ നോർത്തിലോട്ട് പോകുന്ന ഈ വായു എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഈ കാറ്റുകൾ എന്ത് ചെയ്യുന്നു? വലത് ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? വലത് ഭാഗത്തേക്ക്. ഏത് ഭാഗത്തേക്കാണ്? വലത് ഭാഗത്തേക്ക്. നമുക്ക് ഇത് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇത് മാറ്റിയിട്ട് വരയ്ക്കുന്നതായിരിക്കും എളുപ്പം. എങ്ങനെയാണ്? വലത് ഭാഗത്തേക്ക്. കണ്ടോ, വലത് ഭാഗത്തേക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നു. The freely moving bodies reflected towards the northern hemisphere in the right side and the southern hemisphere. അടുത്ത southern hemisphereലാണെങ്കിലോ ഇൻ ലെഫ്റ്റ് സൈഡ്. നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഭാഗം കണ്ടോ, ലെഫ്റ്റ് സൈഡ്. ഇതെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് സൈഡ്.
അപ്പോൾ നമ്മുടെ ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന വസ്തുക്കൾ, ദ ഫ്രീലി മൂവിങ് ബോഡീസ് റിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഇൻ ദ റൈറ്റ് സൈഡ്. നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂണൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ അവിടെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വലിയ എഫക്റ്റാണ് ഈ കോറിയോലിസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. സ്വതന്ത്രമായിട്ട്, അപ്പോൾ ഞാൻ 2 മൂവ്മെൻറ്റ്സുകൾ പറഞ്ഞു, എയർ മൂവ്മെൻറ്റ്സും വിൻഡിൻ്റെ മൂവ്മെൻറ്റ്സും. ഈ എയർ മൂവ്മെൻറ്റ്സും വിൻഡ് മൂവ്മെൻറ്റ്സും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ബലമാണ് ഈ കോറിയോലിസ് എഫക്റ്റ് എന്നറിയപ്പെടുന്നത്. ദിസ് ഈസ് ദ ഫ്രീലി മൂവിങ് ബോഡീസ് റിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ, ലെഫ്റ്റ് സൈഡ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നോക്കിയത് ഇങ്ങോട്ട് പോകുന്ന ഒരു കാറ്റ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ഈ ഭാഗത്തേക്ക് മൂവ് ചെയ്യും, അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട്. അടുത്ത് ഇങ്ങോട്ട് പോകുന്ന ഒരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ കാറ്റോ അതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങോട്ടായിരിക്കും. കണ്ടോ, ഞാൻ വരച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടകലർന്നു. എന്നാൽ അടുത്ത് ഇങ്ങോട്ട് പോകുന്ന ഒരു കാറ്റ്, സദേൺ ഹെമിസ്ഫിയറിൽ ഇതായി ഇങ്ങനെ ഒരു കാറ്റ് പോവുകയാണ്, കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ സൈഡായിരിക്കും. അടുത്തത് ഇങ്ങനെ ഒരു കാറ്റ് ഇവിടെ കൂടെ പോവുകയാണ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡായിരിക്കും. അപ്പോൾ ഭൂമിയിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന ഒരു വസ്തു, സഞ്ചരിക്കുന്ന ഒരു വസ്തു നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് പോകുമ്പോൾ, ഇവിടെ ഞാൻ വരയ്ക്കുകയാണ് ഇക്വേറ്റർ, അത് നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് പോകുമ്പോൾ അതെങ്ങോട്ടാണ്? ഈ ഭാഗത്തോട്ടും അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടും. സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിലോട്ടും സ്ഥാനമാറ്റം സംഭവിക്കുന്നു. ഇതിനെയാണ് കോറിയോലിസ് ഫോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോറിയോലിസ് ഫോഴ്സ് അല്ലെങ്കിൽ കോറിയോലിസ് ബലം എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിച്ചേക്കുക. കോറിയോലിസ് ബലം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോറിയോലിസ് ബലം എന്നറിയപ്പെടുന്നത് വൺ ഓഫ് ദ മേജർ ഫാക്ടർ ഇൻഫ്ലുവൻസ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് ഇൻ ദ കോറിയോലിസ് ഫോഴ്സ്. നമ്മുടെ കാറ്റുകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു ബലമാണ് എന്നറിയപ്പെടുന്നത് കോറിയോലിസ് എഫക്റ്റ്. Owing to the Coriolis effect, the wind deflected towards the right in the direction of northern hemisphere and the left in the direction of southern hemisphere. ഇത്രയും ഭാഗം പഠിക്കണം, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്പീഡും ഇൻറ്റൻസിവിറ്റി അനുസരിച്ച് ഇതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും കേട്ടോ. സ്പീഡൊക്കെ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സഞ്ചാരഗതിയിലും വളരെയധികം എന്തുണ്ടാകുന്നു? സ്പീഡൊക്കെ കൂടാം, അതുപോലെ മാറ്റങ്ങൾ സംഭവിക്കാം, എല്ലാം സംഭവിക്കാം. എന്ത് തന്നെയായാലും നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് കോറിയോലിസ് എഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഭൂമിയിൽ സഞ്ചരിക്കുന്ന കാറ്റിൻ്റെ വേഗതയൊക്കെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകുന്ന മറ്റൊന്നാണ് പ്രഷർ ഗ്രേഡിയൻ്റ് എന്നറിയപ്പെടുന്നത്. എന്ത് പേരിലറിയപ്പെടുന്നു? പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ് എന്ന പേരിലറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മർദ്ദച്ചരിവ് മാനബലം. വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇത് 2 പ്ലേസുകളാണ്, കണ്ടല്ലോ നിങ്ങൾ. ഇവിടെ ഹൈ പ്രഷറാണ്, ഇവിടെ ലോ പ്രഷർ. അപ്പോൾ എപ്പോഴും കാറ്റുകൾ അടിക്കുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഹൈ പ്രഷർ റീജിയൻസിൽ നിന്ന് എങ്ങോട്ടാണ്? ലോ പ്രഷർ റീജിയൻസിലേക്കായിരിക്കും. ഹൈ പ്രഷർ റീജിയൻസിൽ നിന്ന് എങ്ങോട്ടാണ്? ലോ പ്രഷർ റീജിയൻസിലായിരിക്കും. അതായത് എവിടെയാണോ ബലം കൂടുതൽ, ബലം കൂടിയ സ്ഥലത്ത് നിന്നും ബലം കുറഞ്ഞ സ്ഥലത്തേക്ക് അടിക്കുന്നതാണ് കാറ്റ്. 2 ടാങ്കുകൾ ഇരിക്കുകയാണ്, 2 ടാങ്ക് ഇവിടെ ഇരിക്കുകയാണ്. ഇതിൽ ഒന്നിൽ നിറയെ വെള്ളമുണ്ട്, ഒന്നിൽ വെള്ളമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൈപ്പ് ഇതുവഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടെ ഫോഴ്സ് ഇതിനായിരിക്കും, പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരും. കാരണം എന്താണ്? ഇതിൽ ജലം കുറവാണ്, അതുകൊണ്ട് തന്നെ ഫോഴ്സും കുറവായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയാൽ പോലും ഇവിടെ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉണ്ടാകുന്ന ഇതിനാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തന്നെയാണ് പ്രഷർ ഗ്രേഡിയൻറ്റ്. ഏറ്റവും ബലം കൂടിയ സ്ഥലത്ത് നിന്ന് ബലം കുറഞ്ഞ സ്ഥലത്തേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദാ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, എന്താണ് പ്രഷർ ഗ്രേഡിയൻ്റ് എന്നറിയപ്പെടുന്നത്? കൊടുത്തിട്ടുണ്ട്. പ്രഷർ ഗ്രേഡിയൻറ്റ് ഈസ് ദ ചേഞ്ചസ് പ്രഷർ ഓവർ ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അല്ലേ, നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പഠിച്ചതാണ്. ഇതാണ് എന്നറിയപ്പെടുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. 2 ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള പ്രഷറിൻ്റെ വേരിയേഷൻസിനെയാണ് നമ്മൾ എന്ത് പേരിലറിയപ്പെടുന്നത്? പ്രഷർ ഗ്രേഡിയൻറ്റ്. അതിനെന്ത് പേരിലറിയപ്പെടുന്നു? പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കണ്ടോ, horizontal distance. If there are considerable changes the pressure between the near places and indicated the high pressure gradient. ഒരു ഹൈ പ്രഷർ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പ്രഷർ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് വളരെ കുറഞ്ഞ മേഖലയിലോട്ട്, വളരെ ലോ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് കാറ്റുകളുടെ വേഗമാണ് എന്ത് പേരിലറിയപ്പെടുന്നത്? പ്രഷർ ഗ്രേഡിയൻറ്റ്. ഇതൊന്നുമില്ല കേട്ടോ, സിമ്പിളാണ്. ഹൈ പ്രഷർ റീജിയൻസിൽ നിന്ന് ലോ പ്രഷർ, 2 പ്രഷർ പ്ലേസുകൾ തമ്മിലുള്ള ഡിഫറൻസിയേഷനെയാണ് എന്ത് പേരിലറിയപ്പെടുന്നത്? പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. പ്രഷർ ഗ്രേഡിയൻറ്റ് അല്ലേ. ഇപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലാണ്, അങ്ങോട്ടുണ്ടെന്ന് നിങ്ങളുടെ ലോ പ്രഷറിലോട്ട് പോകുന്നു. ഹൈ പ്രഷറിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ലോ പ്രഷർ HP ആയിരിക്കും. ഇവിടെ എന്നറിയപ്പെടുന്നത് ഹൈ പ്രഷർ വളരെയധികം ഇവിടെ ഒരേ കണക്കിലാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ ഇവിടെയും ഹൈ പ്രഷർ തന്നെയായിരിക്കാം, ഇവിടെയും തന്നെയായിരിക്കാം, ഒരേ രീതിയിലായിരിക്കാം പ്രഷർ ഉണ്ടാകുന്നത്.
ശരിയല്ലേ? അപ്പോൾ അവിടെ മർദ്ദത്തിൻ്റെ വ്യത്യാസം എന്തായിരിക്കാം? ഒരുപോലെ ആയിരിക്കും. ചില സ്ഥലങ്ങളെന്നറിയപ്പെടുന്നത് ഇവിടെ ലോ പ്രഷർ ആയിരിക്കാം, ഇവിടെ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കാം. ശരിയല്ലേ? അപ്പോൾ അവിടെ എന്ത് തന്നെയാണ് മർദ്ദത്തിൻ്റെ വ്യത്യാസത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എന്ത് ചെയ്യില്ല? കാണില്ല. മർദ്ദത്തിൻ്റെ വ്യത്യാസത്തിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യില്ല? മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് പ്രഷർ ഗ്രേഡിയൻ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നത്? അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിച്ചത് നമ്മളെ മർദ്ദത്തിൻ്റെ പ്രത്യേക എന്താണ് ഡിഫറൻ്റ് ആണ്. നമ്മളിനി അടുത്ത് നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്, അപ്പോൾ ഈ കാറ്റുകളെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മീറ്ററാണ്, അനിമോമീറ്റർ എന്നറിയപ്പെടുന്നത്. വിൻഡ് വെയിനും അതേപോലെ തന്നെ കാറ്റിൻ്റെ ഗതിനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. സ്പീഡിനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് അനിമോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നു. എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിവിലേക്കായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ പ്രഷർ ഗ്രേഡിയൻ്റ് പഠിച്ചു. നമ്മുടെ ഭൂമിയിലെ പ്രഷറിനുണ്ടാകുന്ന വേരിയേഷൻസുകളുടെ ഒരു ഡിസ്റ്റൻസിബിൾ ഫോഴ്സാണ് പ്രഷർ ഗ്രേഡിയൻ്റ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഭൂമിയിലുണ്ടാകുന്ന ഒരു എഫക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസിങ് സ്ട്രെങ്ത് ആണ്, ഒരു ബലമാണ് എന്ത് പേരറിയപ്പെടുന്ന? കോറിയലിസ് ബലം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഭൂമിയിൽ 2 തരത്തിലുള്ള എന്തുണ്ട്? എയറുകളുണ്ട്. അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് എയർ കറണ്ടുകളെന്നും രണ്ടാമത്തേതാണ് വിൻഡ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. വിൻഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എയറിനെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ അതിന് ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട്. ഇനി ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്താണെന്ന് പഠിച്ചു. സബ് ട്രോപ്പിക്കൽ റീജിയൻ, സബ് പോളാർ റീജിയൻസ്, പോളാർ റീജിയൻസ്, ഇക്വേറ്റർ റീജിയൻസ്. അപ്പോൾ ഇതെന്താണെന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. നമ്മളിന്ന് കുറച്ച് മാത്രമേ പഠിച്ചുള്ളൂ, പക്ഷേ കൂടുതൽ സമയം എടുത്തെന്ന് വിചാരിക്കുന്നു. എന്തായാലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പാർട്ട് 4 കാണാം. പാർട്ട് 3 പറ്റുന്ന ആളുകളെല്ലാം നന്നായിട്ട് കാണുക, നിങ്ങൾ പഠിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലമർത്ത് എന്ത് ചെയ്യുക? ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.